കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സംസ്ഥാനത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. കനത്ത പോളിംഗാണ് ഇതുവരെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. 140 മണ്ഡലങ്ങളിലായി 882 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രാവിലെ 6:30 തന്നെ സംസ്ഥാനത്തെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ടനിര ദൃശ്യമായിരുന്നു. വൈകിട്ട് 6 മണി വരെയാണ് വോട്ട് രേഖപ്പെടുത്താൻ സമയം അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, മന്ത്രി PA മുഹമ്മദ് റിയാസ്, NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ, ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, പൃഥ്വിരാജ്, ഭാര്യ സുപ്രിയ മേനോൻ, സുരേഷ് ഗോപി, മമ്മൂട്ടി ഉൾപ്പെടെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF നേതാക്കളും ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് UDF നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം പിതാവ് ഉമ്മൻചാണ്ടിയെ സർക്കാർ വേട്ടയാടിയതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കറുത്ത വസ്ത്രം ധരിച്ചാണ് ചാണ്ടി ഉമ്മൻ വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. ഇന്ന് ഏറ്റവും വേദനയുള്ള ദിവസമാണ്. പണിതീരാത്ത മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേരിട്ട് തങ്ങളെ അപമാനിക്കുകയാണ് സർക്കാർ ചെയ്തതെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ മഞ്ചേശ്വരത്ത് കള്ളവോട്ട് നടന്നതായി BJP ആരോപണം ഉന്നയിച്ചു. കയ്യാറിലെ 128 നമ്പർ ബൂത്തിൽ ഗൾഫിലുള്ള ഖാലിദ് എന്ന വ്യക്തിയുടെ വോട്ട് ജാഫർ എന്നയാൾ വ്യാജമായി രേഖപ്പെടുത്തിയെന്നാണ് പരാതി. BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പോലീസ് ജാഫറിനെ കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലും പോളിംഗ് സമാധാനപരമാണെങ്കിലും കള്ളവോട്ട് ആരോപണങ്ങൾ ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീക്ഷിക്കുന്നത്. വൈകുന്നേരത്തോടെ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് വിലയിരുത്തൽ.